ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം റോമർ 6:2. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തികൾ പാപസംബന്ധമായി മരിച്ചവരാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നെഴുതിയിരിക്കുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവിക കോപത്തിൻ്റെ ഈ യാഥാർത്ഥ്യം എല്ലാ ആളുകൾക്കും സുവിശേഷം ആവശ്യമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ പാപരഹിതമായ ജീവിതവും നമ്മുടെ പാപത്തിന് പരിഹാരമായി അവൻ്റെ ക്രൂശുമരണവും വിശ്വസിക്കുന്നവർക്ക് നീതീകരണം ലഭിക്കുന്നു. നീതീകരിക്കപ്പെട്ട വ്യക്തി വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധീകരണം കർത്താവിനോടൊപ്പമുള്ള നമ്മുടെ ദൈനംദിന നടത്തം ഉൾപ്പെടുന്നു. നീതീകരണം ദൈവം നമുക്കായി ചെയ്തതാണെങ്കിൽ നമ്മിലൂടെ ദൈവം ചെയ്യുന്നതാണ് വിശുദ്ധീകരണം. നീതീകരണം ഒരിക്കലായി സംഭവിക്കുന്നു എങ്കിലും വിശുദ്ധീകരണം തുടർച്ചയായ പ്രക്രിയയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ നാം ഇപ്പോൾ പാപത്തിൻ്റെ ഭരിക്കുന്ന ശക്തിയിൽ മരിച്ചിരിക്കുന്നു. വിശ്വാസിയുടെ ജീവിതത്തിൽ പാപം സജീവമാകാമെങ്കിലും അതൊരു പ്രേരക ശക്തിയല്ല. വിശ്വാസി പാപത്തിൻ്റെ തടവറയിലായിരിക്കുന്നില്ല. വീണ്ടും ജനനം പ്രാപിച്ചവർ വിശുദ്ധരാണ്. പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുവാൻ പാടില്ല എന്ന അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവ് നമ്മെ വെളിപ്പെടുത്തുന്നു. പാപസംബന്ധമായി മരിച്ചവരായ നാം ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരാണ്. ആകയാൽ പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴുവാൻ പാടില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us.